പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. സംഗീത എന്ന് പറയുന്ന പെൺകുട്ടി തടവിലാണ് എന്നുള്ള കാര്യം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേയേറെ ചർച്ചകളും കുറേയേറെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനതിൽ തുടക്കത്തിൽ സംഗീതയെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇടുകയും സംഗീത തടവിലാണ് എന്നുള്ള നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന, പ്രത്യേകിച്ച് ബുർഹാൻ തളങ്കര എന്ന് പറയുന്ന ഒരു വ്ളോഗറുടെ പ്രൊഫൈലിൽ നിന്നിട്ടും അയാളാണ് ആദ്യമായിട്ട് ഈ വീഡിയോ പുറത്തു വിടുന്നതും മറ്റു മീഡിയകൾ അടിക്കുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റു വഴികളിലൂടെ ഈ വിഷയം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CPM-ൻ്റെ ഒരു നേതാവാണ് ഈ വിഷയത്തിൽ ഈ സംഗീതയുടെ പിതാവെന്നും ഒക്കെയാണ്. ഇതിൽ ഒന്നാമത്തെ ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകളിൽ ഒന്ന്, ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധി, അതായത് തടവിലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ചില അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ബുദ്ധി ആരുടേതാണ്, അത് പിന്നെ തെളിവുകൾ സഹിതം അത് സംഗീതയുടെ ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതിൻ്റെ പിന്നിൽ സംഗീതയ്ക്ക് കൃത്യമായ അജണ്ടകളുണ്ട്. രണ്ട്, എന്താണ് ഇതിൻ്റെ അകത്ത് ബുർഹാൻ്റെ റോൾ? ബുർഹാൻ ഇതിൻ്റെ അകത്ത് ഒരു പെയ്ഡ് വ്ളോഗറാണ്. ബുർഹാൻ ഇതിൽ 2 ലക്ഷം രൂപ ബുർഹാൻ വാങ്ങി എന്നതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. തെളിവുകൾ ഈ പറയുന്ന റാഷിദ് വൈദ്യൻ എന്ന് പറയുന്ന ആളുമായി ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ അയാൾ എന്നോട് സമ്മതിച്ച കാര്യമാണ്. 2 ലക്ഷം രൂപ ബുർഹാൻ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബുർഹാൻ ഈ വീഡിയോ സംഗീതയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിൽ റാഷിദ് വൈദ്യൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയുണ്ട്. ഈ റാഷിദ് വൈദ്യൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ ബുർഹാൻ ഇന്ന് ലൈവ് ചെയ്തുകൊണ്ട് പറയുന്നത് എത്രയോ വർഷം മുമ്പ് പോയി എന്നുള്ളതാണ്. പക്ഷെ ഈ 2025 മാർച്ച് വരെ അവർ ഒരുമിച്ചായിരുന്നു താമസിച്ചത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട്. പിന്നെ ഈ ഡൈവോഴ്സ് കേസ് ഇന്ന് ബുർഹാൻ പറയുന്നു ഈ ഡൈവോഴ്സ് കേസ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്, ജനുവരി 6-നാണ് കൊടുത്തത് എന്നുള്ളതാണ് ബുർഹാന്റെ വീഡിയോയിൽ പറയുന്നത്. അതേ സമയത്ത് ഈ ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്, ഈ ഡൈവോഴ്സ് പെറ്റീഷൻ ആര് ഫയൽ ചെയ്യുന്നത്, നമ്മളുടെ റാഷിദ് വൈദ്യൻ എന്ന് പറയുന്ന വ്യക്തി ഫയൽ ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂണിൽ, പിന്നെ ഈ വർഷം, അതായത് 2025 ജൂൺ മാസം ആണ് എന്ത് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഈ കേസിൻ്റെ ബുർഹാൻ അല്ല, നമ്മളുടെ റാഷിദ് വൈദ്യൻ കൊടുത്ത അഫിഡവിറ്റാണ്. എവിടെ? കോടതിയിൽ ഡൈവോഴ്സ് ലഭിക്കാനായി കൊടുത്ത അഫിഡവിറ്റിൻ്റെ കോപ്പിയാണിത്. ഇതിൻ്റെ കോപ്പിയിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിത് അയാളുടെ ഭാര്യയുടെ, നിലവിൽ ഭാര്യയായിരിക്കുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബാക്കി കാണിക്കുന്നില്ല. അപ്പോൾ ജൂൺ 12-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, റാഷിദ് വൈദ്യൻ ഈ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ജനുവരി മാസം 6-ാം തീയതിയാണ് ഫയൽ ചെയ്തത്, ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്തത് എന്ന് ബുർഹാൻ പറഞ്ഞത് പച്ച നുണയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് പരിശോധിക്കാം. ഇനി ആദ്യമായിട്ട് ഞാൻ പുറത്തുവിടാൻ പോകുന്നത് റാഷിദ് വൈദ്യൻ എന്നോട് ഫോണിൽ സംസാരിച്ച വോയിസ് ആണ്. അതിൽ റാഷിദ് വൈദ്യൻ എന്താണ് പറയുന്നത്? ബുർഹാൻ 2 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആ വോയിസ് കേൾപ്പിക്കാം. ബുർഹാൻ നല്ല പണിയെടുക്കുന്നുണ്ടല്ലോ. പൈസ കൊടുത്തോ 2 ലക്ഷം രൂപ പറഞ്ഞത്? ഇല്ല, കൊടുത്തില്ല. ആണോ? അതിന് എങ്ങനെ കൊടുക്കും അവന് പൈസ? അത് എന്റെ ഈ കാറ് വിൽക്കാൻ വേണ്ടിട്ട്. അവൻ ചോദിച്ചാണോ 2 ലക്ഷം രൂപ ഇതിന് വേണോന്ന്? ഇല്ല, സംഭവം ഇങ്ങനെ കാര്യം പറഞ്ഞത് അല്ലേ, ഇങ്ങനെ പോവാനും വരാനുള്ള ഇത്ര ചെലവ് വരും എന്ന് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങില്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ എന്റെ കാറ്, അത് ഞാൻ പറഞ്ഞതാണ്, എന്റെ കാറ് വിറ്റിട്ട് ഞാൻ തരാം. ഈ 2 ലക്ഷം അവൻ ചോദിച്ചാണോ?
അവർ ചെലവാന്ന് പറഞ്ഞത് 2 ലക്ഷം. ചെലവായിരിക്കും. കാരണം ഈ പറയുന്ന പോലെ വീഡിയോക്കകത്ത് അവൻ അങ്ങോട്ട് ചെന്ന് പോവുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോ അപ്പോ ഇതാണ് അതിന്റെ തെളിവ്. ഇത് റാഷിദ് വൈദ്യന്റെ വോയിസ് ആണ്. റാഷിദ് വൈദ്യൻ ബുർഹാന് 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ബുർഹാനെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നത്. ഇനി ബുർഹാനെ ആരാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത്? ബുർഹാനെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് സംഗീതയാണ്. സംഗീതയുടെ കയ്യിൽ നിന്നിട്ടാണ് ബുർഹാൻ റാഷിദ് വൈദ്യന്റെ നമ്പർ വാങ്ങുന്നത്. അതിനുള്ള തെളിവാണ് ഇത് ബുർഹാന്റെ ആദ്യമായിട്ട് ബുർഹാൻ ചെയ്യുന്ന ലൈവാണിത്. ഈ ലൈവിൽ ബുർഹാൻ കാണിക്കുന്ന ബുർഹാന്റെ ഫോണാണിത്. ആ ബുർഹാന്റെ ഫോണിൽ ഇതാ നോക്കൂ, ഇത് ഒരു വാട്സപ്പ് ചാറ്റ് തുടങ്ങുന്നത്, നമ്മൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അതിന്റെ മുകളിൽ നമുക്ക് സെക്യൂരിറ്റി മെസ്സേജ് കാണും. അപ്പൊ അതിന്റെ താഴെയായിട്ടായിരിക്കും ആദ്യമായിട്ട് ഒരാൾ മെസ്സേജ് വരുന്നത്. ഇതിന്റെ അകത്ത് ഇവിടെ സംഗീത, ഗുഡ് മോർണിംഗ് സർ, ഐ ആം സംഗീത എന്ന് പറയുന്നു. അതിനുശേഷം സംഗീത ഒരു വോയിസ് അയക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സംഗീതയുടെ വീഡിയോ സംഗീത അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ബുർഹാൻ അതിന്റെ താഴെ ചോദിക്കുന്നു, ക്യാൻ യു ഗീവ് മീ വൈദ്യൻസ് നമ്പർ. അപ്പോഴാണ് സംഗീത എന്ത് ചെയ്യുന്നത്? ബുർഹാന് റാഷിദ് വൈദ്യന്റെ നമ്പർ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇതിൽ സംഗീതയാണ് സംഗീതയുടെ പ്ലാനിങ് ആണിത്. ഇനി ഇതിന്റെ ക്രോണോളജി പറയാം. ക്രോണോളജി എന്താണെന്ന് ചോദിച്ചാൽ, ഈ റാഷിദ് വൈദ്യൻ എന്ന് പറയുന്ന വ്യക്തി വിവാഹിതനായത് 2012 നോക്കട്ടെ, ഒരു മിനിറ്റ്, ഞാൻ ഡേറ്റ് നോക്കട്ടെ. റാഷിദ് വൈദ്യൻ എന്ന് പറയുന്ന വ്യക്തി വിവാഹിതനായത് 6/1/2014 റാഷിദ് വൈദ്യൻ എന്ത് ചെയ്യുന്നത്? റാഷിദ് വെളിക്കോത്ത് എന്ന് പറയുന്ന വ്യക്തി വിവാഹിതനാകുന്നത്. അദ്ദേഹത്തിന്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ആണിത്. എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ചതിന് ശേഷം, പൂർണ്ണമായി ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റാഷിദ് വൈദ്യൻ എന്ത് ചെയ്യുന്നു? 2014 വിവാഹിതനാകുന്നു. 2025 മാർച്ച് മാസം 20-ാം തീയതിയോ 22-ാം തീയതിയോ വരെ എന്ത് ചെയ്യുന്നുണ്ട്? റാഷിദ് വൈദ്യന്റെ ഒപ്പം അയാളുടെ ഭാര്യ താമസിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് റാഷിദ് വൈദ്യൻ എവിടെയായിരുന്നു? റാഷിദ് വൈദ്യൻ ഗൾഫിലായിരുന്നു, ദുബൈയിലായിരുന്നു. ദുബൈയിൽ അവർ രണ്ടാളും ദുബൈയിൽ ഒന്നിച്ചു പോയ റാഷിദ് വൈദ്യനും ഭാര്യയും ദുബൈയിൽ ഒന്നിച്ചു പോവുകയും അവിടെ താമസിക്കുകയും റാഷിദ് വൈദ്യൻ അവിടെ സെയിൽസ്മാൻ ആയിട്ട് ഒരു കമ്പനിയിൽ ജോലി നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ദുബൈയിൽ പോയ സമയത്ത് ഭാര്യയുമായിട്ട് റാഷിദ് വൈദ്യൻ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഫോൺ മറച്ചു വെച്ചാണ് കാണിക്കുന്നത്. ഇത് റാഷിദ് വൈദ്യന്റെ ഭാര്യയാണ്. നിലവിലുള്ള ഭാര്യയുടെ ചിത്രമാണ്. ഓക്കെ, ഇന്ന് മീഡിയയിൽ വന്ന് പറഞ്ഞ റാഷിദ് വൈദ്യന്റെ ഭാര്യയുടെ ചിത്രങ്ങളാണ്. അവർ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് എയർപോർട്ടിൽ ഇത് റാഷിദ് വൈദ്യൻ എയർപോർട്ടിൽ നിന്നിട്ട് മക്കളുമായി മടങ്ങി വരുന്ന സീനാണിത്. അപ്പോൾ അവിടെയായിരുന്നു 2022 പൊടുന്നനെ ഇയാളുടെ ദേഹത്തൊരു ജിന്നു കൂടിയെന്നും ഇയാൾക്ക് നാഡീ ചികിത്സകനാണ് എന്നും പറഞ്ഞ് പാരമ്പര്യ വൈദ്യത്തിൽ നിന്നിട്ട് ഇയാൾ ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു. പാരമ്പര്യ വൈദ്യന്മാരെ ഏതോ വിധേനയൊക്കെ സ്വാധീനിച്ചിട്ട് അയാൾ പാരമ്പര്യ വൈദ്യത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു. അത് ഇതാണ് അയാളുടെ പാരമ്പര്യ വൈദ്യത്തിന്റെ സർട്ടിഫിക്കറ്റ്. പാരമ്പര്യ വൈദ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇയാൾ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇയാൾ നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്നു. അതിനുശേഷം ഇവര് ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നു. അവിടെ കഴിഞ്ഞ 2024 ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ച വരെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പോകുന്നുണ്ട്. ഡിസംബറിലാണ് സംഗീത അവിടെ ചികിത്സയ്ക്ക് വരുന്നത്. ഡിസംബറിൽ സംഗീത ചികിത്സയ്ക്ക് വരുന്നതോടുകൂടി റാഷിദ് വൈദ്യന്റെ നിലവിലുള്ള ഭാര്യ പറയുന്നതനുസരിച്ച് അയാൾ ഡ്രഗിന് അഡിക്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നുണ്ട്. അവളുടെയും മക്കളുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർക്ക് പരാതികളൊന്നുമില്ല. പക്ഷേ സംഗീത അവിടെ ചികിത്സിക്കാൻ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ റാഷിദ് വൈദ്യൻ
ഈ പിന്നെ റാഷിദ് വൈദ്യൻ്റെ നിലവിലുള്ള ഭാര്യയെ പിന്നെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചതിന് ശേഷം ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. റാഷിദ് വൈദ്യൻ്റെ ഒപ്പം പിന്നെ റാഷിദ് വൈദ്യൻ്റെ ഭാര്യ മാർച്ച് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. അതിൽ തന്നെ റാഷിദ് വൈദ്യൻ പറയുന്നത് റാഷിദ് വൈദ്യൻ അല്ല, ബുർഹാന്റെ വീഡിയോയിൽ പറയുന്നത് 2023 അവർ സെപ്പറേറ്റ് ആയി എന്നാണ്. 2023 സെപ്പറേറ്റ് ആയി എങ്കിൽ ഡിസംബർ 31 ന്യൂ ഇയറിന്റെ ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ തലേ ദിവസം 2024 ഡേറ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2024 ഡിസംബർ 31 റാഷിദ് വൈദ്യൻ മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്തതിന് ശേഷം അവന്റെ ഭാര്യയെ ഉപദ്രവിച്ചതിന്റെ വിഷ്വലാണിത്. നോക്കൂ, നിങ്ങൾ അവരുടെ കൈ നോക്കൂ, കയ്യിൽ കീറി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ആ മാരകായുധം ഉപയോഗിച്ച് അതിന്റെ ഫോട്ടോ, മാരകായുധം ഉപയോഗിച്ച് അവരുടെ കൈ, അതിന്റെ വീഡിയോയും ഞാൻ കാണിച്ചു തരാം. ഇത് റാഷിദ് വൈദ്യൻ അവരുടെ ഭാര്യയെ ഉപദ്രവിച്ചതിന്റെ വീഡിയോ ആണിത്. ഭീകരമായി അവരെ മർദ്ദിക്കൂ. എപ്പം മുതൽ? സംഗീതയുമായി പരിചയപ്പെട്ടതിന് ശേഷം മുതൽ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭാര്യയെ ഭീകരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് കഴിഞ്ഞ റമദാനിന്റെ അവസാനം മാർച്ച് മാസത്തിൽ റാഷിദ് വൈദ്യന്റെ അടുത്ത് നിന്ന് ആര് പോകുന്നത്? അയാളുടെ നിലവിലുള്ള ഭാര്യ പോകുന്നത്. ആ നിലവിൽ അവർ ഭാര്യയല്ല എന്നുള്ളതാണ് ഇവരുടെ വാദം. യഥാർത്ഥത്തിൽ അവർ നിലവിൽ ഇപ്പോഴും അവന്റെ ഭാര്യയാണ്. ആകെ പിന്നെ ഈ പറയുന്ന ജൂൺ മാസത്തിലാണ്, മാർച്ചിൽ പിണങ്ങിപ്പോകുന്നു. ജനുവരിയിലാണ് കൊടുത്തതെന്നാണ് പറയുന്നത് ബുർഹാന്റെ വീഡിയോയിൽ. പക്ഷേ ജൂൺ മാസത്തിലാണ് OP നമ്പർ 796/2025 പ്രകാരം ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. റാഷിദ് നേരിട്ടാണ് ഇത് ഫയൽ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് സംഗീത അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ അവളെ പീഡിപ്പിച്ചുവെങ്കിൽ അവൾ പോയി പരാതി കൊടുക്കട്ടെ എന്ന്. പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. പിന്നെ ഈ പറയുന്ന റാഷിദിന്റെ ഭാര്യ തീർച്ചയായിട്ടും റാഷിദിനെതിരെ ഓൾറെഡി ചന്ദേര പോലീസ് സ്റ്റേഷനിൽ 85 വകുപ്പ് BNS 85 പ്രകാരം ഇതാണ് അതിന്റെ FIR-ന്റെ കോപ്പിയാണിത്. ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ ബാക്കിയുള്ള പരാതികളും കൂടി എന്തായാലും വെല്ലുവിളി അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അവർ നാളെ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇവർക്കെല്ലാമെതിരെ, ഈ പിന്നെ വീഡിയോ ചെയ്ത എതിരെ എന്ത് ചെയ്യുന്നുണ്ട്? പരാതി കൊടുക്കാനുള്ള തീരുമാനമാണ് എന്നാണ് ഞാൻ അവരുടെ നാട്ടിൽ നിന്ന് അറിയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവര് തമ്മിൽ ഭീകരമായ പ്രണയവും. ഒരു ഫോട്ടോ വെളിയിൽ വന്നു. ആ ഫോട്ടോയ്ക്കകത്ത് ഈ ബുർഹാൻ വിശദീകരിച്ചത് ഈ ഫോട്ടോ വെളിയിൽ വന്നു. ഈ ഫോട്ടോ വെച്ചിട്ട് ബുർഹാൻ എഴുതിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചികിത്സ ഫലിച്ചു എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്താനായിട്ട് എടുത്ത ഫോട്ടോയാണ് ഇത് എന്നുള്ളതാണ്. ഇത് ഒരു ചികിത്സ ഫലിച്ചു എന്ന് അറിയാനായിട്ട് ഈ വൈദ്യരുടെ തന്നെ ബൈക്കിൽ പോകണം എന്ന് നിർബന്ധമുണ്ടോ? ഈ പറയുന്ന സംഗീതയുടെ വീട്ടിൽ നിന്നിട്ട് അവരുടെ സഹോദരനെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെയോ ആരെയെങ്കിലും വിളിച്ചതാ, നിങ്ങൾ ബൈക്കിൽ കൊണ്ടുപോയി നോക്കൂ, സംഗീത ബൈക്കിൽ കയറാനും കാറിൽ കയറാനും വരെ ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതല്ല കാര്യം. ഇത് നോക്കൂ, കാമുകനും കാമുകിയും യാത്ര പോയതാണ്. ഇതാണ് ചികിത്സ. കാമുകനും കാമുകിയും യാത്ര പോയതാണ്. അപ്പുറത്തിരിക്കുന്നത് സംഗീതയാണ്. ഇത് റാഷിദിന്റെ കാറിൽ, റാഷിദിന്റെ റെനോൾട്ട് കൈഗർ കാറിൽ, അതിന്റെ നമ്പർ ഞാൻ പറയുന്നില്ല, പിന്നെ എന്ത് ചെയ്ത് ഇവർ രണ്ടുപേരും കൂടി ഉല്ലാസയാത്ര പോയതാണ്. ഉല്ലാസയാത്രയുടെ മറ്റൊരു ഫോട്ടോയാണിത്. ഇതുവരെ പുറത്തു വരാത്ത ഫോട്ടോകളാണിതെല്ലാം. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഈ ഡിസംബർ മാസത്തിൽ സംഗീത റാഷിദിനെ പരിചയപ്പെടുന്നത് വരെ പിന്നെ അല്ലറ ചില്ലറ ഉടക്കുകളും അല്ലറ ചില്ലറ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സന്തോഷകരമായി 2 കുഞ്ഞുമക്കൾ, 11 വയസ്സും 6 വയസ്സുമുള്ള 2 കുഞ്ഞുമക്കളുമായി ജീവിച്ചുകൊണ്ടിരുന്ന, സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒരു വനിത വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് പിന്നെ റാഷിദും ഇതിൻ്റെ അകത്ത് കുറെ സാധ്യതകൾ കണ്ടിട്ടുണ്ട്. കാരണം 2 കോടി രൂപയാണ് സംഗീതയ്ക്ക് ഇൻഷുറൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സാധ്യത കണ്ടു. ഇനി റാഷിദിന്റെ നിലവിലുള്ള ഭാര്യയോട് പറയുന്ന വോയിസ് ഉണ്ട്. നിലവിൽ അത് പിന്നെ മറ്റ് നിയമ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ആ വോയിസ് ഞാൻ പുറത്തു വിടുന്നില്ല. പക്ഷെ ആ വോയിസിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ സംഗീതയെ വിവാഹം കഴിക്കാം, അവളെ മുസ്ലിമാക്കാം,
അതിനുശേഷം നമ്മൾക്കൊരു വീട് വെക്കാം. ആ വീടിന്റെ മുകളിലത്തെ നില സംഗീതയ്ക്ക്, താഴത്തെ നില നമ്മൾക്ക്. പ്ലാനിങ് ആണ്, വൻ പ്ലാനിങ്. അപ്പോൾ സംഗീതയ്ക്ക് 2 കോടി രൂപ കിട്ടും. അപ്പോൾ നമ്മൾ സംഗീതയെ പൊന്നുപോലെ നോക്കും. അതിനുശേഷം നിന്നെ ഞാൻ രാജകുമാരിയെ പോലെ നടത്തും. ഇത് റാഷിദ് പ്ലാൻ ചെയ്യുന്ന വോയിസ് ഉണ്ട്. ആ വോയിസ് ഇപ്പോൾ പുറത്തുവിടാൻ പറ്റൂല. അപ്പോൾ ഇതായിരുന്നു പ്ലാനിങ്. പക്ഷേ ഏത് പെണ്ണാണ് സഹിക്കുക? ഒരു ഭർത്താവിന് ഒരു അനധികൃതമായ, ഒരു അനാശാസ്യകരമായ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് പെണ്ണാണ് സഹിക്കുക? ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ റാഷിദ് വൺ ടൈം ആയിട്ടാണ് ഈ ചങ്ങാതി അവർക്ക് മെസ്സേജ് അയക്കുക. ഇത് വളരെ ക്രൂരമായിട്ട് മറ്റൊരു പുരുഷനെ ചേർത്ത് ഇന്നേ വരെ അവര് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, പിന്നെ അവർക്കെതിരെ വളരെ മോശമായിട്ട് ക്രൂരമായിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, പിന്നെ വോയിസുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ അയക്കുന്നത്. അപ്പോൾ മറ്റു പുരുഷന്മാരെ ചേർത്ത് പറയുക, തെറി വിളിക്കുക. എന്നിട്ട് പിന്നെ ഈ പറയുന്ന റാഷിദിന്റെ നിലവിലെ ഭാര്യ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ബുർഹാൻ പിന്നെ ഒരു വോയിസ് കേൾപ്പിക്കുകയാണ്. ബാക്കി കേൾപ്പിക്കാൻ പറ്റൂല എന്ന്. ബാക്കിയും കൂടെ കേൾപ്പിക്കണം. കാരണം സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു ഭാര്യ അറിഞ്ഞാൽ ഏത് ഭാര്യയും പൊട്ടിത്തെറിക്കും. ഏത് ഭാര്യയും നിന്നെ കാണിച്ചു തരാമെന്ന് പറയും. അത്രേ ഉള്ളൂ ബുർഹാൻ പുറത്തുവിട്ട വോയിസിൽ. അതേസമയത്ത് റാഷിദ് നോക്കൂ, റാഷിദ് പിന്നെ ഈ പറയുന്ന അവന്റെ ഭാര്യയ്ക്ക് അയച്ച വോയിസ് കേൾപ്പിച്ചു തരാം. ഒരു ഭാര്യയ്ക്ക് അയക്കുന്ന വോയിസ് ആണ്. അതായത് സംഗീതയുടെ അച്ഛനെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവൻ പറയുന്നത്. അപ്പോൾ സ്വന്തം ഭാര്യയോട് പറയാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു മാന്യനായ ഒരു വ്യക്തിക്ക് ഇത് പറയാൻ പറ്റുമോ? ഒന്നുകൂടെ കേട്ട് നോക്കും. സ്വന്തം ഭാര്യയാണോ പറയുന്നത്? സ്വന്തം ഭാര്യയ്ക്ക് വാട്സപ്പിൽ അയക്കുന്ന വോയിസ് ആണ്. പിന്നെ ഒരു പെണ്ണിന്റെ പണവും സ്വർണവും കണ്ടിട്ട്, പിന്നെ അവളുടെ സ്വത്ത് കണ്ടിട്ട് ഒരു സ്വന്തം ഭാര്യയെ ഒഴിവാക്കാൻ പിന്നെ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്കെതിരെ അയക്കുന്ന വോയിസ് ആണ്. എന്തായാലും ആ സ്ത്രീ ഇത്രയും മോശമായിട്ട് അവൻ ഈ ബുർഹാൻ പുറത്തുവിട്ട വോയിസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് കാര്യം. ഇപ്പോൾ നടക്കുന്നത് ഭീകരമായ പ്ലാനിങ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു നിലപാട് ഇതിൽ റാഷിദ് എന്ന് പറയുന്ന മയക്കുമരുന്നിന് അടിമയായ ആ വ്യക്തി എന്ന് അവൻ്റെ ഭാര്യ പറയുന്ന വ്യക്തി, അവൻ്റെ ഭാര്യയും സ്വതന്ത്രയാവണം. ഈ സംഗീതയ്ക്ക് അവളുടെ അച്ഛൻ്റെ കൂടെയും അവൻ്റെ സഹോദരങ്ങളുടെ കൂടെയും താമസിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സംഗീതയും സ്വതന്ത്രമാകണം. പക്ഷെ സംഗീത സ്വതന്ത്രമാകുമ്പോൾ സംഗീത വികലാംഗയാണ്. അവളെ സമൂഹത്തിൽ നിന്നിട്ട് അവൾക്ക് അക്രമം നേരിടാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടുത്തെ സിസ്റ്റം, സർക്കാർ സംഗീതയെ ഏറ്റെടുക്കണം. എന്നിട്ട് സംഗീതയെ മോണിറ്റർ ചെയ്യാനായിട്ട് സംഗീതയ്ക്ക് സുരക്ഷ ഒരുക്കണം. സംഗീതയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ആവശ്യമായ സുരക്ഷ ഒരുക്കണം. അച്ഛൻ്റെയും സഹോദരനെയും കൂടെ ജീവിക്കേണ്ട ഈ പറയുന്ന പിന്നെ മയക്കുമരുന്നിനടിമയായ വളരെ മോശം ബിഹേവിയറുള്ള നിരവധി കേസുകളിൽ പ്രതിയായ, എൻ്റെ അറിവിൽ പിന്നെ ഒരു 6ഓളം ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഈ റാഷിദ് വൈദ്യൻ എന്ന് പറയുന്ന വ്യക്തി. നിരവധി കേസുകളിൽ പ്രതിയും അങ്ങനെ പല പിന്നെ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാക്കി ജീവിക്കുന്ന വളരെ മോശം വ്യക്തിയായ ഒരാൾ, അയാളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സംഗീതയെ കൊടുക്കാൻ പാടില്ല. അതേപോലെ സംഗീതയ്ക്ക് അവരുടെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും കൂടി സുരക്ഷിതയായി വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സംഗീതയെ സ്വതന്ത്രമാക്കണം. സംഗീതയെ സ്വതന്ത്രമാക്കുമ്പോൾ സിസ്റ്റം അവൾക്ക് സുരക്ഷ ഒരുക്കണം. അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ആവശ്യമായ സംവിധാനം ഇവിടുത്തെ സർക്കാർ ഏർപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാതെ ഇതിനെ കൊണ്ടുവന്ന് ലവ് ജിഹാദിലേക്ക് മുട്ടിക്കുക, പ്രണയമാക്കുക, അതാക്കുക, ഇതാക്കുക, ഇതൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇത് ഒരു സ്ത്രീ പിന്നെ അവൾക്ക് കിട്ടാൻ പോകുന്ന സമ്പത്ത് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് വേണ്ടി ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ ഒരു സംഗതി മാത്രമാണ്. അതിന് മുകളിൽ ഇതൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ ഇത്രയുമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ ലോകം മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.